അവധി ദിവസമായിരുന്നു. രാമു, മുന്ന, ഗുഡ്ഡി, സോണു, പിങ്കി പിന്നെ മറ്റുള്ള കൂട്ടുകാരും ചേർന്ന് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. അപ്പോഴാണ് ശർമ്മ അങ്കിൾ അവിടേക്ക് ദേഷ്യത്തോടെ വന്നത്. ഇപ്പോൾ എന്തു പറ്റി അങ്കിൾ? ഞങ്ങൾ ബോൾ പതുക്കെയല്ലേ വീശിയത്. പതുക്കെ വീശിയോ? മുൻപ് എൻ്റെ ജന്നാല കണ്ണാട പൊട്ടിച്ചതവരാണ്. പിന്നെ പോയ ദിവസം എൻ്റെ പശുവിനും അടിച്ചു. പക്ഷേ അങ്കിൾ, ഞങ്ങൾ മറ്റൊരു വശത്തല്ലേ കളിച്ചത്. പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ഇന്നു മുതൽ എവരും ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ പാടില്ല. കുട്ടികൾ വളരെ വിഷമത്തോടെ ആ ഗ്രൗണ്ടിൽ നിന്നും പോയി. കുട്ടികൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് ഗുലോബ മുത്തശ്ശി അവരുടെ അടുത്തേക്ക് ചെന്നു. എന്റെ കുട്ടികളെ, എന്താണ് പറ്റിയത്? എന്താണ് ഇത്ര വിഷമിച്ചിരിക്കുന്നത്? മുത്തശ്ശി, എവരും ഞങ്ങളെ കളിക്കാൻ വിടുന്നില്ല. എപ്പോൾ കളിച്ചാലും എവരെങ്കിലും വന്ന് തെറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അയ്യോ, കളിക്കേണ്ട സമയത്ത് കളിക്കാതെ പിന്നെ നിങ്ങൾ എപ്പോഴാ കളിക്കുക? വരൂ, ഈ മുത്തശ്ശി എന്തെങ്കിലും ചെയ്യാം. ഗുലോബ മുത്തശ്ശി കുട്ടികളെ വിളിച്ചുകൊണ്ട് നേരെ തലവൻ ജഗന്നാഥിന്റെ വീട്ടിലേക്ക് ചെന്നു. തലവൻ സാറേ, കുട്ടികൾ കളിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവർ കളിക്കുന്നത് തടയല്ലേ. ഈ കുട്ടികൾ നമ്മുടെ ഗ്രാമത്തിന്റെ ഭാവിയാണ്. മുത്തശ്ശി, ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഈ പിള്ളേരൊക്കെ പ്രശ്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവർ കാരണം ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രശ്നമാണ്. പ്രശ്നം എപ്പോൾ ഉണ്ടാകുമെന്നാൽ നമ്മൾ കുട്ടികൾ കളിക്കുന്നത് തടയുമ്പോഴാണ്. ഇവർ വലിയവരാകുമ്പോൾ നമ്മളെ പോലെ കടമകളിൽ മൂழ்കിപ്പോകും. കളിക്കുന്ന സമയം ഇപ്പോഴാണ്. സരി മുത്തശ്ശി, ഒരു പക്ഷെ നിങ്ങൾക്ക് അവരുടെ മേലിൽ ഇത്തിരി വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ ചേട്ടൻ്റെ മകൻ വിക്രം പിന്നെ ചേട്ടൻ്റെ മകൾ നേഹ സിറ്റിയിൽ ഒരു വലിയ ടീമിൽ ആടുന്നു. ഒരു പക്ഷേ ഈ പിള്ളേരുടെ ടീം അവരെ ജയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവർ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. ഒരു പക്ഷേ ഇവർ തോറ്റുപോയാൽ അതിനുശേഷം ഗ്രാമത്തിൽ എപ്പോഴും ക്രിക്കറ്റ് കളിക്കാൻ പാടില്ല. മുത്തശ്ശി, ഇത് വളരെ കഷ്ടമാണല്ലോ. നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ സമ്മതിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണും കുട്ടികളുടെ അധ്വാനവും പിന്നെ ഈ മുത്തശ്ശിയുടെ പഴയ ബലവും എന്തൊരത്ഭുതം ഉണ്ടാക്കുന്നുവെന്ന്. തലവൻ ഗ്രാമത്തിന്റെ ജമീന്ദാർ വിഷ്ണു സിംഗാണ് അമ്പയർ എന്ന അറിയിപ്പ് നൽകി. ജമീന്ദാർ സർ, ഈ മാച്ചിൽ നിങ്ങളാണ് അമ്പയർ ആയിരിക്കേണ്ടത്. നിങ്ങളാണ് ഈ ഗ്രാമത്തിൽ വളരെ നേർമയുള്ള മനുഷ്യനാണ്. ഇത് പിള്ളേർ ഭാവി കുറിച്ച കാര്യമെങ്കിൽ ഞാൻ ഏതൊരു പ്രശ്നവുമില്ലാതെ എൻ്റെ കടമ ശരിയായിട്ട് ചെയ്യും. ഗ്രാമം മുഴുവൻ ആ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എല്ലാവരുടെ ശ്രദ്ധയും ആ വലിയ മത്സരത്തിലായിരുന്നു. അവിടെ കുട്ടികളുടെയും മുത്തശ്ശിയുടെയും മര്യാദ ചോദ്യചിഹ്നമായിരുന്നു. ഗുലോബ മുത്തശ്ശി കുട്ടികളെ വിളിച്ചുകൊണ്ടുപോയി ഗ്രൗണ്ടിൽ പരിശീലിപ്പിക്കാൻ തുടങ്ങി. കുട്ടികൾ വളരെ ആഗ്രഹത്തോടെയായിരുന്നു. ഇത്തവണ നമ്മൾ കളിക്കാൻ വേണ്ടി മാത്രമല്ല, ജയിക്കാനാണ് വന്നിരിക്കുന്നത്. അടിക്കുന്ന ഓരോ ബോളിലും ശ്രദ്ധിക്കണം. പിന്നെ ഓരോ ഷോട്ടും ശ്രദ്ധിച്ച് ശാന്തമായി അടിക്കണം. മുത്തശ്ശി, ഇത്തവണ തീർച്ചയായും നമ്മൾ തോൽക്കില്ല. വിജയിക്കുന്നതും തോൽക്കുന്നതും ലക്കല്ല, അധ്വാനം കൊണ്ടാണ് നിർണയിക്കപ്പെടുന്നത്. കുട്ടികൾ മുത്തശ്ശി പറഞ്ഞത് മനസ്സിലേറ്റി. എന്നിട്ട് ഗ്രൗണ്ടിൽ അധ്വാനിക്കാൻ തുടങ്ങി. ഗ്രാമത്തിൽ വീണ്ടും ക്രിക്കറ്റിനോടുള്ള വാശി കൂടി. കുട്ടികൾ രാവിലെയും വൈകുന്നേരവും ഗ്രൗണ്ടിൽ നന്നായി പരിശീലിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മളാണ് തീർച്ചയായും വിജയിക്കുക. മുത്തശ്ശിയുടെ അധ്വാനം പിന്നെ നമ്മുടെ ആഗ്രഹം രണ്ടും ചേർത്ത് അടിച്ചു പൊളിക്കാം. ഗുലോബ മുത്തശ്ശി കുട്ടികളുടെ അധ്വാനം കണ്ട് സന്തോഷിച്ചു. ഇപ്പോൾ ആ ദിവസം ഒരുപാട് ദൂരെയല്ല. ആ ഗ്രാമത്തിന് പ്രശസ്തി ലഭിക്കാൻ പോവുകയാണ്. ഗ്രാമത്തിലെ ഗ്രൗണ്ടിൽ ആളുകളുടെ കൂട്ടമായിരുന്നു. കുട്ടികൾ, വയസ്സായവർ പിന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാരും ഒന്നിച്ചു ചേർന്നു. ഗ്രൗണ്ടിലെ ഒരു മൂലയിൽ ഗ്രാമത്തലവൻ വിക്രം പിന്നെ ഏട്ടന്റെ മകൾ നേഹ അവരുടെ ടീമിനോടൊപ്പം നിൽക്കുകയായിരുന്നു. മറ്റൊരു വശത്ത് ഗുലോബ മുത്തശ്ശി കുട്ടികളോടൊപ്പം തയ്യാറായി നിൽക്കുകയായിരുന്നു. മുത്തശ്ശി, നിങ്ങളുടെ വയസ്സ് കേട്ട പണി ചെയ്യാമല്ലോ. ഒരു പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ പിന്നെ എന്താ ചെയ്യും? വിഷമിക്കേണ്ട തലവൻ സാറേ, വയസ്സ് അനുഭവം നൽകും. പിന്നെ അനുഭവം വിജയത്തിന്റെ പാത കാണിക്കും. ശരി, വരൂ, നമ്മൾ ടോസ് ഇടാം. വിക്രം ടോസ് ഇട്ടു. ഗുലോബ മുത്തശ്ശിയുടെ ടീമിന് ആദ്യം കളിക്കാനുള്ള അവസരം കിട്ടി. ശരി, വരൂ കുട്ടികളെ, ഞങ്ങൾ നിങ്ങളെ എങ്ങനെ തോൽപ്പിക്കാൻ പോകുന്നത് നോക്കൂ. വിക്രമും അവരുടെ ടീമും അടിപൊളിയായി തുടങ്ങി. ആദ്യത്തെ 5 ഓവറിൽ തന്നെ 50 റണ്ണെടുത്തു. മുത്തശ്ശി, ഇപ്പോൾ തന്നെ തോൽവി സമ്മതിക്കാൻ തയ്യാറായിക്കോളൂ. കുട്ടികളെ പേടിക്കല്ലേ. ഗെയിമിൽ എപ്പോഴും ധൈര്യമായിരിക്കണം. ബോളിനെ ശരിയായ ലൈനിലും പിന്നെ ലെന്തിൽ ഫോക്കസ് ചെയ്യണം. ഗുലോബ മുത്തശ്ശി ദാമുവിന്റെ കയ്യിൽ ബോൾ കൊടുത്തു. മുത്തശ്ശി, ഇത്തവണ നമ്മൾ ഇവരെ വിടാൻ പാടില്ല. രാമു മുത്തശ്ശി പഠിപ്പിച്ചത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് വളരെ നന്നായി കളിച്ചു. രാമു തുടർന്ന് 2 വിക്കറ്റ് എടുത്തു.
വിക്രം പിന്നെ നേഹ രണ്ടുപേരും ഔട്ടായി. ഇവിടെ എന്താ നടക്കുന്നു? എൻ്റെ ചേട്ടൻ്റെ മകനും മകളും രണ്ടുപേരും ഔട്ടായി. ഗുലാബ മുത്തശ്ശിയുടെ ടീം വിക്രമിന്റെ ടീമിനെ 15 ഓവറിൽ 125 റൺ എടുത്ത് നിർത്തി. ഇപ്പോൾ ടേൺ എന്താണെന്നാൽ ഗുലാബ മുത്തശ്ശിയുടെ ടീം ബാറ്റിംഗ് ചെയ്യാൻ പോവുകയാണ്. കുട്ടികൾ ധൈര്യത്തോടു കൂടി കളിക്കാൻ തുടങ്ങി. രാമും സോണയും 10 ഓവർ വരെ നിന്ന് 70 റണ്ണ് എടുത്തു. പക്ഷെ അപ്പോഴാണ് സോണു ഔട്ടായത്. അല്ല, ഇനി എന്ത് സംഭവിക്കും? ഇപ്പോൾ ഗ്രൗണ്ട് എന്റേതാണ്. വരൂ കുട്ടികളെ, ചേർന്ന് വിജയിക്കാം. അപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങി ഗുലാബ മുത്തശ്ശി വന്നതും അടിപൊളിയായി 2 സിക്സർ അടിച്ചു. ഗ്രൗണ്ടിലെ എല്ലാ വശത്തും ആളുകൾ മുത്തശ്ശി മുത്തശ്ശി എന്ന് വിളിച്ചു. അവസാനത്തെ ഓവറിൽ 10 റൺ ആവശ്യമായിരുന്നു. മുത്തശ്ശി ആദ്യത്തെ ബോളിൽ തന്നെ സിക്സർ അടിച്ചു. മുത്തശ്ശി, ഇനി ഒരേ ഒരു സിക്സർ. ഇപ്പോൾ 2 ബോളിൽ 4 റൺ ആവശ്യമായിരുന്നു. നേഹയാണ് ബോൾ ഇട്ടത്. ഗുലാബ മുത്തശ്ശി സൂപ്പറായി ഒരു ഷോട്ട് അടിച്ചു. പന്ത് കാറ്റത്ത് നേരെ ബൗണ്ടറി കഴിഞ്ഞു ചെന്ന് വീണു. സിക്സർ. ഗ്രൗണ്ടിൽ മുത്തശ്ശി വിജയിക്കട്ടെ വിജയിക്കട്ടെ എന്ന് നിലവിളിച്ചു. കുട്ടികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മുത്തശ്ശി, എന്നെ ക്ഷമിച്ചേക്കൂ. ഞാൻ നിങ്ങളെ തെറ്റായി വിചാരിച്ചു. പക്ഷെ നിങ്ങൾ ഇന്ന് അടിപൊളി ചെയ്തല്ലോ. തലവൻ സാറേ, ഞാൻ മുൻപ് തന്നെ പറഞ്ഞല്ലോ, എവരിനെയും കുറവായിട്ട് കരുതണ്ടെന്ന്. ഇന്ന് ഞാൻ എന്റെ കടന്ന കാലത്തെ വിഷമം മാറ്റിവെച്ചിരിക്കുന്നു. പിന്നെ ഈ കുട്ടികൾക്കൊരു ഭാവി കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ ഗ്രാമത്തിൽ കുട്ടികൾ കളിക്കുന്നത് ആർക്കും തടയാനായില്ല. ഗ്രാമത്തിൽ വീണ്ടും ക്രിക്കറ്റ് കളിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി. പിന്നെ ഗുലാബ മുത്തശ്ശി തനിക്ക് നഷ്ടപ്പെട്ട മര്യാദ തിരിച്ചെടുത്തു.